ആഭ്യന്തര വകുപ്പിനും പോലീസ് തലപ്പത്തും എത്ര മാറ്റങ്ങൾ ഉണ്ടായാലും കാക്കിയിട്ടവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? പല ഉദ്യോഗസ്ഥരുടെയും വായിൽ നിന്ന് കേട്ടാലറക്കുന്ന തെറിയാണ് വരുന്നത്. കസ്റ്റഡിയിൽ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്ന പ്രവണതയ്ക്കും യാതൊരു മാറ്റവും ഉണ്ടാകില്ല. കാസർഗോഡ് ബദിയടുക്കയിൽ മോഷ്ടക്കുറ്റം ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. അടയ്ക്ക മോഷ്ടക്കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ച് ഏത്തടുക്ക സ്വദേശി അജിത് കുമാറിനെയാണ് തല്ലിച്ചതച്ചത്. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ മോഷ്ടാവുമായി സാമ്യമുണ്ടെന്ന പേരിലായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. മോഷ്ടക്കേസിൽ പിന്നീട് യഥാർത്ഥ 3 പ്രതികളും പിടിയിലാണ്. ജൂലൈ 2-ന് ഏത്തടുക്കയിലെ ഇബ്രാഹിമിന്റെ ഗോഡൌണിൽ നിന്ന് 215 കിലോ അടക്ക മോഷണം പോയിരുന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ഡ്രൈവറായ ഏത്തടുക്ക ആനേപ്പള്ളിയിലെ അജിത് കുമാറിന് ബുധനാഴ്ച രാത്രി 7 മണിയോടെ പോലീസ് വീട്ടിലെത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അജിത്തിന്റേതാണെന്ന് കരുതിയായിരുന്നു പോലീസ് നടപടി. കാറിൽ കയറിയ ഉടൻ പോലീസ് അടക്ക മോഷ്ടിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അജിത്ത് നിഷേധിച്ചു. ഇതിനിടെ കുറ്റം ഏൽക്കാനാവശ്യപ്പെട്ട് പോലീസ് മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കാറിലും സ്റ്റേഷനിലും വെച്ചും മർദ്ദിച്ചുവെന്നും കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ലെന്നും അജിത് കുമാർ പറഞ്ഞു. കളവ് കേസിൽ CCTV ഫുട്ടേജിൽ നിന്നെ പോലെ കാണുന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് കാണുന്ന സമയത്ത് എന്നെ പോലെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവര് അതിനെ പിടിച്ചിട്ട് എല്ലാ കേസും എന്റെ ഇടാൻ വേണ്ടിയിട്ട് അവർ പറയുമായിരുന്നു, നീ സമ്മതിക്കണം, എല്ലാം നീ എന്നെ ചെയ്തത്, എല്ലാ കേസും നീ എന്നെ ചെയ്തത്, നീ സമ്മതിക്കണം എന്നെല്ലാം പറയുന്നത്. ഫോഴ്സാക്കിയിട്ട് സ്റ്റേഷനിൽ എത്തിയ പിന്നെ അവര് എന്നെ സ്റ്റേഷനിലും ഷോൾഡർ പിടിച്ചിട്ട് അടി അടിച്ചു, 2 അടി അടിച്ചിട്ട് പിന്നെ ബാക്കിലെല്ലാം പോലീസ്മാൻ അടിച്ചു. ഒരു പ്രതിനെ പോകുന്ന പോലെയാണ് അവര് എന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട്. 3 മണിക്കൂറിന് ശേഷം മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിക്കാതായതോടെ രാത്രി 10 മണിയോടെ പോലീസ് സംഘം അജിത്തിനെ വീട്ടിലെത്തിക്കുകയായിരുന്നു. കാസർഗോഡ് ചെങ്കള EK നയനാർ ആശുപത്രിയിൽ അജിത്ത് ചികിത്സ തേടി. എന്നാൽ യുവാവിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ബദിയടുക്ക പോലീസിന്റെ വിശദീകരണം. അതേസമയം അടക്കമോഷണ കേസിൽ യഥാർത്ഥ പ്രതികളായ 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.